ഈ നീഡിൽസ് വെച്ച് നമ്മൾ തലയിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ, ഒരു മൈക്രോ പോർട്ട്സ് ഉണ്ടാക്കും. ആ റൂട്ടിൽ പോയി പുതിയ മുടി വരുത്താനുള്ള ശേഷി 1. 2, അവിടുത്തെ ബ്ലഡ് സപ്ലൈ കൂട്ടാനുള്ള വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ ഇതുണ്ട്. കോലഞ്ചേരിയിലെ MOSC മെഡിക്കൽ കോളേജിലെ പ്രൊഫസറും കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റുമായ ഡോക്ടർ ബെനാൻ സന്തോഷ്. ഡോക്ടർ, കഷണ്ടി മിക്കവാറും മരുന്നില്ല എന്ന് തന്നെയാണ് പലരും ഇപ്പോഴും വിചാരം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ നൂതനമായിട്ടുള്ള എന്ത് ചികിത്സാ രീതിയാണ്? അല്ലെ, സ്മിത പറഞ്ഞ പോലെ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയും. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ഗവേഷണങ്ങളുടെ ഫലമായി എന്താണ് ഇതിന്റെ കാരണം എന്ന് കണ്ടുപിടിക്കുകയും അതിന്റെ ഫലമായി ഒരുപാട് ട്രീറ്റ്മെന്റ്സ് നമുക്ക് ലഭ്യമാണ്. അതിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 2 രീതിയിൽ നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റിനെ തിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ ലൈൻ ഓഫ് മാനേജ്മെന്റും ഒരു സർജിക്കൽ ലൈൻ ഓഫ് മാനേജ്മെന്റ്. മെഡിക്കലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനോക്സിഡിൽ ഉപയോഗിക്കാം, ടാബ്ലറ്റ്സിൽ ഫിനാസ്റ്റൈഡ് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ സർജിക്കലാണ്. അതിലിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് PRP എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഇഞ്ചക്ഷൻ എന്ന് പറയും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതാണ്. ഈ PRP ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് 6 ml ബ്ലഡ് എടുക്കുന്നു. ഈ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ പല പ്രോസസ്സ് വഴി PRP എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ഈ സെപ്പറേറ്റ് ചെയ്തത് തലയിൽ ഇപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഡെർമ റോളറുണ്ട്. ഈ റോളറിൽ ഏകദേശം 190 നീഡിൽസ് ആണുള്ളത്. ഈ നീഡിൽസ് വെച്ച് നമ്മൾ തലയിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ, ഒരു മൈക്രോ പോർട്ട്സ് ഉണ്ടാക്കും. ഈ പോർട്ട്സ് വഴി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മൾ ഉള്ളിലേക്ക് കയറ്റും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയ്ക്ക് നമ്മുടെ ആ സ്റ്റെം സെൽസിനെ അവിടെയുള്ളതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആ റൂട്ടിൽ പോയി പുതിയ മുടി വരുത്താനുള്ള ശേഷി 1. 2, അവിടുത്തെ ബ്ലഡ് സപ്ലൈ കൂട്ടാനുള്ള വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ ഇതുണ്ട്. അങ്ങനെ പലതും അതിനുണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ സ്വന്തം ബ്ലഡിൽ നിന്ന് തന്നെ നമുക്ക് മുടി വരുത്താവുന്ന ഒരു പുതിയ സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇതിന് 100% ഒന്നിനും ഗ്യാരണ്ടി ഇല്ല. നമുക്കൊരു 40% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാം എന്ന് നമുക്ക് പറയാം. അതിൽ കൂടുതലില്ല. ഈ ലോകത്ത് ദൈവം തന്നേക്കുന്നത് ഒഴിച്ച് ബാക്കി ഒന്നിനും നമുക്ക് ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ.